ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ KSEB ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് കൊല്ലത്ത് ഓലയിലുള്ള KSEBയുടെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലോട്ടാണ്. ഇത് കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷന് സമീപത്ത് തന്നെ മെയിൻ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരേ സമയം 2 വണ്ടികൾക്ക് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 തരം കണക്ടറുകളാണുള്ളത്. ഒന്ന് ടാറ്റയുടെ ടിഗോർ പോലെ വണ്ടികൾ റീചാർജ് ചെയ്യുന്ന പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ നെക്സോൺ EV റീചാർജ് ചെയ്യുന്ന CC2 പോർട്ടുകളും ഇവിടെയുണ്ട്. CCS2 പോർട്ടുകളിലൂടെയാണ് ഹുണ്ടായുടെ കോണ, നെക്സോണിൻ്റെ EV, അതുപോലെ MGയുടെ ZX വണ്ടികൾ റീചാർജ് ചെയ്യാം. ഈ കണക്ടർ ഉപയോഗിച്ചാണ് ടാറ്റയുടെ ടിഗോർ പോലുള്ള വണ്ടികൾ റീചാർജ് ചെയ്യുന്നത്. ടിഗോറിലെ ഈ ചാർജിങ് പോർട്ട് നെക്സോണിലെ EV പോർട്ടിനേക്കാളും വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് നമ്മുടെ നെക്സോൺ EV റീചാർജ് ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന പോലെ ടച്ച് ടു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കണക്ടർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണക്ടർ ഈ ചെറിയ സ്വിച്ചിൽ പ്രസ് ചെയ്തതിന് ശേഷം എടുക്കുക. അതിനുശേഷം നമ്മൾ വണ്ടിയിലോട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്താലുടൻ സ്ക്രീനിൽ ഓതറൈസേഷൻ പ്ലീസ് വെയിറ്റ് എന്നുള്ള മെസ്സേജ് വരും. അതിനുശേഷം ഇത്തരത്തിലൊരു സ്ക്രീനായിരിക്കും വരുന്നത്. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും കാണും. ചാർജിങ് ടൈം, അതുപോലെ പവർ കൺസപ്ഷൻ, എത്ര യൂണിറ്റ് പവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് കറണ്ടിന് ആംപ്, കറണ്ട് SOC എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ എത്ര ചാർജ് ഉണ്ടായിരുന്നു അത് കാണിക്കും. റിമൈനിങ് ചാർജ് ടൈം എത്ര സമയം കൂടി എടുക്കും, കറണ്ട് സ്റ്റേറ്റ്, ഇപ്പോൾ ചാർജിങ് ആണോ എന്നുള്ള സ്റ്റേറ്റ് കാണിക്കും. അതുപോലെ തന്നെ ഏത് ഗണ്ണാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത്ര. ഈ മീറ്റർ കൺസോളിൽ നിങ്ങൾക്ക് കാണാം ടൈം 1:05 ഞാൻ ചാർജിങ് തുടങ്ങിയത്. 53% ചാർജ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് 1:10 സമയമായപ്പോഴത്തേനും ഏകദേശം 60% ചാർജ് വന്നിട്ടുണ്ട്. അതായത് 5 മിനിറ്റ് കൊണ്ട് 7% വരെയാണ് ചാർജ് കയറുന്നത്. അത് ഏകദേശം 1 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 85-90% ചാർജ് കയറും. ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മേളിൽ കാണുന്ന ഈ ലൈറ്റ് ഗ്രീനിൽ നിന്നും റെഡിലോട്ട് മാറുന്നതായിരിക്കും. KSEBയുടെ ഈ ചാർജിങ് സ്റ്റേഷനുകൾ 24/7 ആണ്. ഏത് സമയം വേണമെങ്കിലും നമുക്കിവിടെ വന്ന് ചാർജ് ചെയ്യാവുന്നതാണ്. ഫെബ്രുവരി 6 വരെ ചാർജിങ് തീർത്തും സൗജന്യമായിരിക്കും. ഒരു 90-95% ആകുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആവുന്നതായിരിക്കും. നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ പെർസെൻറ്റേജിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഉടൻ തന്നെ നമുക്ക് സ്റ്റോപ്പ് പ്രസ് ചെയ്തുകൊണ്ട് ഡിസ്കണക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം 30 സെക്കൻഡ്സ് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പോർട്ട് ഊരിയെടുക്കാം. ഈ മെഷീൻ്റെ ഉൾവശം ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇത് KSEBയുടെ എല്ലാ ചാർജിങ് സ്റ്റേഷനുകളും 60 kW-ൻ്റെയാണ്.
ഇപ്പോൾ കേരളത്തിൽ ടോട്ടൽ 6 സ്ഥലത്താണ് KSEBിയുടെ ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം.